മക്കളെ, അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ് ബയോളജിയിലെ ഒരു അടിപൊളി ചാപ്റ്ററാണ് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, അല്ലെങ്കിൽ ശ്വസനവും വിസർജനവും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു 30 മിനിറ്റും ഉണ്ട്. ഓക്കെ, നമുക്കത് കുറയ്ക്കാൻ നോക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് നമുക്കൊന്ന് പഠിച്ചെടുത്താലോ. ഓക്കെ, അപ്പം അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ നെക്സ്റ്റ് ഇയർ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ അല്ലെ കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ SSLC ബാച്ചിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ. ഫുൾ ചാപ്റ്റേഴ്സ് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് വീഡിയോസും നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലേ, മോഡൽ എക്സാം, ചാപ്റ്റർ വൈസ് എക്സാം, അതുപോലെ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസിനുള്ളിലാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മളെല്ലാവരും ഉണ്ടാവുന്നതായിരിക്കും. നമ്മളുടെ SSLC അല്ലെ ഫുൾ A+ എന്ന് പറയുന്ന ആ ഒരു ഡ്രീം നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനി ലേറ്റ് ഒന്നും ആക്കുന്നില്ല, നമ്മൾ വേഗം തന്നെ നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷനിലേക്ക് പോവാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നമുക്കതേ നമ്മുടെ ആ ഒരു പ്രോസസ്സ് അല്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റെസ്പിറേഷൻ അല്ലെ ശ്വസനമാണ്. അപ്പം നമുക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള 2 വാക്കുകളാണ് റെസ്പിറേഷനും ബ്രീത്തിങ്ങും. രണ്ടും സെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. കാരണം വെന്റിലേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മറ്റൊരു പേരാണ് ബ്രീത്തിങ്, അല്ലെങ്കിൽ നമ്മൾ ബ്രീത്തിങ് എന്ന് പറയും. നമ്മൾ ഉച്ഛ്വാസവും നിശ്വാസവും എന്നൊക്കെ പറയില്ല, നമ്മൾ ശ്വാസം എടുക്കുന്ന പ്രോസസ്സാണ് ബ്രീത്തിങ്, അതാണ് ബ്രീത്തിങ്. അപ്പോൾ എന്താണ് റെസ്പിറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോശത്തിനുള്ളിൽ വെച്ചിട്ടൊരു കാര്യം നടക്കുന്നുണ്ട്. അതായത് കോശത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഈ ന്യൂട്രിയൻസ്, നമ്മുടെ ബ്ലഡ് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഇല്ലേ, നമ്മുടെ പോഷകങ്ങൾ, അതും ഓക്സിജൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പോഷകങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് എനർജി, ഊർജ്ജം സ്വതന്ത്രമാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസ്പിറേഷൻ. അപ്പോൾ ഇത് കോശത്തിനുള്ളിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയും, സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം എന്ന് പറയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ശ്വാസം എടുക്കുന്ന നമ്മുടെ വെന്റിലേഷനൊക്കെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് നമുക്കിങ്ങനെ 6 ഡിവൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ശ്വാസം എടുക്കുന്നു. അതിനുശേഷം എന്താണ്, നമ്മുടെ പ്രൈമറി ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, ആദ്യത്തെ വാതക വിനിമയം നടക്കുകയാണ്. ആര് തമ്മിൽ, നമ്മുടെ ആൽവിയോള അല്ലെ വായു അറയും അതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളും തമ്മിൽ. അപ്പം നമ്മുടെ രക്തക്കുഴലുകളിൽ എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ കിട്ടി, നമ്മുടെ ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ കിട്ടി. ആ ഓക്സിജനും കൊണ്ട് അവർ ആരുടെ അടുത്തേക്ക് പോവാണ്, ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഓക്സിജനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, ഓക്സിജൻ സംവഹനം നടക്കണം. അങ്ങനെ പോയി ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ നിന്ന് ടിഷ്യൂസിലേക്ക് ഓക്സിജൻ കൊടുക്കണം, തിരികെ അവർ കാർബൺ ഡൈ ഓക്സൈഡ് തരും. അപ്പോൾ ടിഷ്യൂസിന് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓക്സിജൻ ഉപയോഗിച്ച് അവർ എനർജി ഉണ്ടാക്കും, അതാണ് സെല്ലുലാർ റെസ്പിറേഷൻ. തിരികെ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യണം, കൊടുക്കണ്ടേ. ആ കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടെ നമ്മുടെ രക്തക്കുഴലുകൾ തിരികെ എവിടേക്ക് വരികയാണ്, നമ്മുടെ ലങ്സിലേക്ക് അല്ലെങ്കിൽ ആൽവിയോളയിലേക്ക് വരികയാണ്. സോ ആ ഒരു പ്രോസസ്സാണ് മിസ് ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം നമുക്ക് എന്താ നടക്കുന്നത്, വെന്റിലേഷൻ, ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് തള്ളുന്നു. ഇങ്ങനെ നമ്മുടെ ഓക്സിജൻ നമ്മുടെ ശ്വസന പദത്തിലൂടെ പോയി ആൽവിയോളയിൽ എത്തുന്ന സമയത്ത് ആദ്യത്തെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, ഓക്സിജൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിന് എന്ത് കിട്ടി, ഓക്സിജൻ കിട്ടി. ഇനി ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ രക്തക്കുഴലുകൾ ഓക്സിജൻ ഇങ്ങനെ കൊണ്ടുപോയി എവിടെ എത്തുന്നു, നമ്മുടെ ടിഷ്യൂസിലെത്തുന്നു. ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ അല്ല, അവിടെ രണ്ടാമത്തെ ഒരു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. ഇവിടേക്ക് ഓക്സിജൻ കൊടുക്കും, തിരികെ അവർ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കും. അങ്ങനെ ടിഷ്യൂസിൽ വെച്ചിട്ട് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം നടക്കും. അവിടെ വെച്ചിട്ട് എനർജി ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡാണ് തിരികെ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് കയറുന്നത്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കും. അത് നമ്മുടെ ലങ്സ് വഴി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോയി നമ്മൾ പുറന്തള്ളും. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം എന്തറിയണം, നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ആ ഒരു സംഭവം സെറ്റപ്പ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ്, നിങ്ങൾക്ക് ആ കോഡ് അറിയാമെന്നാണ് മിസ് കരുതുന്നത്. നമ്മുടെ നാസയിൽ ട്രാക്ക് പാൻസ് തൊട്ട് പോയി. അപ്പോൾ ബ്രോനെ കൂട്ടി, അപ്പോൾ ബ്രോ പറഞ്ഞു എൻ്റെ ഓളെ കൂട്ടണം. അങ്ങനെ ബ്രോൻ്റെ ഓളും എല്ലാം കൂടി നാസയിൽ പോയപ്പോൾ ആൽമരം കണ്ടു. അപ്പോൾ ആദ്യം നമ്മുടെ നോസ്ട്രിലൂടെ കയറാണ്. അപ്പോൾ എവിടെയാണ്, നാസ, നേസൽ ക്യാവിറ്റിയിലെ നാസ ഗഹ്വരം. അത് കഴിഞ്ഞ് നമ്മുടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ ശ്വാസനാളം അല്ലെ ട്രക്കിയ. അപ്പോൾ ട്രക്കിയയുടെ ഈ ഒരു തുടക്ക സ്റ്റേജിൽ ഒരു ലാരിങ്സ് അല്ലെ സൗണ്ട് ബോക്സ് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ അറിയാം. അതാണ് നമ്മുടെ ഇന്ന് പറയുന്നത് ലാരിങ്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മുടെ എയർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ട്രക്കിയ അല്ലെ ശ്വാസനാളത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ എന്താ മക്കളെ, സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. ഓക്കെ, സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. ഓക്കെ, സി ഷേപ്ഡ് ആയിട്ടുള്ള തരുണാസ്ഥി വലയങ്ങളുണ്ട്. അതെന്തിനാണ്, നമ്മുടെ ട്രക്കി എപ്പോഴും ഇങ്ങനെ തുറന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ എയർ ഇങ്ങനെ പോയി അവിടെ എത്തും, നമ്മുടെ ബ്രോങ്കൈ അല്ലെ ശ്വസനിയിലെത്തും. അതാണ് നമ്മുടെ ശ്വാസകോശം ലങ്സിലേക്ക് കയറുന്നത്. ബ്രോങ്കൈ പിന്നീട് കുഞ്ഞു ബ്രാഞ്ചസ് ആവും, അതിനെ ബ്രോങ്കിയോൾസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ശ്വസനിക എന്ന് പറയും. അത് ഏറ്റവും ടിപ്പിലുള്ള നമ്മുടെ ആൽവിയോള അല്ലെങ്കിൽ വായു അറകളിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്ത് 2 ലെയർ ഉള്ളതുപോലെ നമ്മുടെ ലങ്സിനെയും കവർ ചെയ്ത് നമുക്ക് 2
രണ്ട് ലെയർ ഉണ്ട്. അതാണ് പ്ലൂറൽ മെംബ്രെയിൻ അല്ലെ പ്ലൂറൽ സ്തരം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറൽ ദ്രവം നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ലങ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും കോൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇനി ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഡോം ഷേപ്പിലുള്ള അല്ലെ സി ഷേപ്പിലുള്ള ഡയഫ്രം മസിൽ. നമ്മുടെ റെസ്പിറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ആൾക്കാരാണ് ഈ ഒരു ഡയഫ്രം മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആൽവിയോളയിലേക്ക് വരുന്ന സമയത്ത് ആൽവിയോളയാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെ വാതക വിനിമയം നടക്കുന്ന സ്ഥലം. അപ്പോൾ ആൽവിയോളയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എയർ സാക്സ് ആണ്. ഓക്കെ, വളരെ തിന്നായിട്ടുള്ള എയർ സാക്സ് ആണ്. അതുകൂടാതെ അവർ ഇലാസ്റ്റിക് ആണ്, നല്ല ഇലാസ്റ്റികത ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എയർ കയറുമ്പോൾ ഇങ്ങനെ ആവും, അത് കയറുമ്പോൾ ഇങ്ങനെ ചുരുങ്ങും. ഓക്കെ, അത് കൂടാതെ നമ്മുടെ ഈ ആൽവിയോളയിനെ ചുറ്റിപ്പിണഞ്ഞ് കുറേ രക്തക്കുഴലുകൾ കാണാം. പിന്നെ നമ്മുടെ ആൽവിയോളയുടെ ഇവിടെ ആയിട്ട് നമുക്ക് ഈർപ്പം കാണാം. ഇതെല്ലാം നമ്മുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് വളരെ ഈസി ആക്കുന്നുണ്ട്. അത് ചോദിക്കാറുണ്ട്, ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആൽവിയോളായി വാതക വിനിമയത്തിനുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഒന്ന്, ഇതൊരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വളരെ ഡെലിക്കേറ്റ് ആണ്, വളരെ തിന്നായിട്ടുള്ള ലെയർ ആണ്, ഇലാസ്റ്റിക് ആണ്. പിന്നെ ഇവിടെ മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം ഉള്ളതുകൊണ്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കും. ഓക്കെ, ഇനി എത്രത്തോളം ആൽവിയോള ഉണ്ട്? നമ്മുടെ 2 ലങ്സിലുമായിട്ട് നമുക്ക് 70 കോടിയോളം ആൽവിയോള ഉണ്ട്. ഓക്കെ, ഇനി നമ്മളത് ഈ ഒരു ഫ്ലോ ചാർട്ട് എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോസ്ട്രിൽ, നേസൽ ചേംബർ അല്ലെ നാസാഗഹ്വരം, ദെൻ ട്രക്കിയ അല്ലെ ശ്വാസനാളം, ബ്രോങ്കൈ, ബ്രോങ്കിയോൾ, ആൽവിയോളൈ. ഓക്കെ, നമ്മുടെ ആരാണ്? നോസ നാസയിൽ ട്രാക്ക് പാൻറ് ഇട്ട് പോയി. അപ്പോൾ ബ്രോനെ കൂട്ടി, ബ്രോൻ്റെ ഓളെ കൂട്ടി. അപ്പോൾ അവിടെ എന്ത് കണ്ടു? ആൽമരം കണ്ടു. ഇത് നമ്മളുടെ ആ കംപ്ലീറ്റ് പ്രോസസ്സ് മിസ് പറയുകയാണ്. എൻ്റെ കുട്ടികൾ മിസ്സിൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? നമ്മുടെ വെന്റിലേഷൻ അല്ലേ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എടുത്തു. ഓക്കെ, ഓക്സിജൻ ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ, വിട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു സ്ലോ മോഷനിൽ ഇത് കാണണം. അപ്പോൾ ഓക്സിജൻ എടുത്തു, ഓക്സിജൻ നമ്മുടെ ആൽവിയോളയിലെത്തി. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുകയാണ്. അതായത് രക്തക്കുഴലിൽ ഓക്സിജൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഓക്സിജനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനാണ് 97% ഓക്സിജനെയും കൊണ്ടുപോകുന്നത്. അതായത് എങ്ങനെയാണ്? ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായി മാറിയിട്ടാണ്. ബാക്കിയൊരു 3% ഉണ്ടല്ലേ, 100% തികയ്ക്കാൻ വേണ്ടിയിട്ട് അത് പ്ലാസ്മയിൽ, രക്തത്തിലെ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് പോവുക. അങ്ങനെ അവർ പോയി നമ്മുടെ എവിടെ എത്തും? സെല്ലിൻ്റെ അടുത്ത് എത്തും. സെല്ലിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ പറയും, ഓക്സിജൻ നിനക്ക് ഇറങ്ങാൻ സ്ഥലമായി, നിന്റെ സ്റ്റോപ്പായി, നീ ഇറങ്ങിപ്പോക്കോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഓക്സി ഹീമോഗ്ലോബിൻ സ്പ്ലിറ്റ് ആകും, ഓക്സിജനും ഹീമോഗ്ലോബിനും വേർപ്പെടും, ഓക്സിജൻ നേരെ കോശത്തിനകത്ത് കിടക്കും. ഓക്കെ, അതേസമയം നമ്മുടെ രക്തത്തിനകത്ത് എന്തുണ്ട്? പ്ലാസ്മ ന്യൂട്രിയൻസും കൊണ്ടുവരുന്നുണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. രക്തക്കുഴലിൽ കൊണ്ടുവരുന്ന സമയത്ത് കോശത്തിനടുത്ത് എത്തുമ്പോൾ അത് കാപ്പിലറീസ് അല്ലെ ലോമികകളാകും. അവിടെ നിന്ന് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യും. അങ്ങനെ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനും എല്ലാം നമ്മുടെ കോശത്തിനകത്തെത്തും. കോശത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നടക്കുക, 2 സ്റ്റെപ്പാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എൻ്റെ മക്കൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഗ്ലൈക്കോലൈസിസ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്രെബ്സ് സൈക്കിൾ. അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോശദ്രവ്യം അല്ലെ സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ട് പൊട്ടിക്കുന്നു, പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. ആ സമയത്ത് 2 ATP ഊർജ്ജം ഉണ്ടാവുന്നുണ്ട്, 2 ATP എനർജി ഉണ്ടാവുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഓക്സിജൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ പൈറൂവിക് ആസിഡിന് എന്താണ് സംഭവിക്കുന്നത്? ഈ പൈറൂവിക് ആസിഡിനെ നേരെ മൈറ്റോകോൺട്രിയയിലേക്ക് പറഞ്ഞേക്കും. അവിടെ നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ച് പൈറൂവിക് ആസിഡിനെ പറ പൊട്ടിക്കും. എന്നിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും, മെയിനായിട്ട് 28 ATP ഉണ്ടാവും, ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അപ്പോൾ ഈ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാക്കിയ ഈ പ്രോസസ്സാണ് ക്രെബ്സ് സൈക്കിൾ. അപ്പോൾ ഇത്രയും എനർജി ഉണ്ടായ സമയത്ത് ഒരു വേസ്റ്റ് ഉണ്ടായി, അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നേരെ നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? എനർജി പ്രൊഡക്ഷൻ നടന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെ കോശശ്വസനം. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് റിലീസിങ് എനർജി അല്ലെ. കോശത്തിനകത്ത് വെച്ച് ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു രക്തക്കുഴലിൽ എത്തിയിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന് ഇവിടെ വെച്ച് നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല, എങ്ങനെയെങ്കിലും പറഞ്ഞേക്കണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 3 തരത്തിലാണ് രക്തം കൊണ്ടുപോകുക. അതിലെന്താ? 70% കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളവുമായിട്ട് കൂടിച്ചേർന്ന് ബൈകാർബണേറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ബാക്കി 7% പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യും. ബാക്കി 23% കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന്
ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തി കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ആൽവിയോളൈൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ദേ ഇങ്ങോട്ടേക്ക് കയറി ഇങ്ങോട്ടേക്ക് പോയി. ഇതൊക്കെ ഒരേ സമയമാണ് നടക്കാമെന്ന് എൻ്റെ മക്കൾ ആലോചിക്കണേ. നമ്മൾ നേരത്തെ ഓക്സിജൻ എടുത്ത് അതേ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് വരും. നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് അതേ സമയം നമ്മുടെ മൂക്കിലൂടെ പോയി. ഓക്കെ, അങ്ങനെ നമ്മുടെ വെന്റിലേഷൻ പ്രോസസ്സ് നമ്മുടെ റെസ്പിറേഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സംഭവം, ഇതൊന്നും എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം, നല്ലതാണ്, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് എവിടെയാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത്? നമ്മുടെ സൈറ്റോപ്ലാസം അല്ലേ, കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ്. നമ്മുടെ ക്രബ് സൈക്കിൾ നടക്കുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്, മൈറ്റോകോൺട്രിയ. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഇവിടെ ഗ്ലൂക്കോസ് ആണ് പങ്കെടുക്കുന്നത്, ഇവിടെ പൈറുവിക് ആസിഡാണ് പങ്കെടുക്കുന്നത്. പൈറുവിക് ആസിഡും അതേപോലെ തന്നെ ഓക്സിജനും പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും? ഇവിടെ പൈറുവിക് ആസിഡ് ആണ് ഉണ്ടാവുക, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എനർജി ഉണ്ടാവുന്നുണ്ട് അല്ലേ, ATP. ഇവിടെ 2 ATP, ഇവിടെ 28 ATP. ഓക്കെ, ഓക്സിജൻ ഇവിടെ വേണ്ട, ഇവിടെ ഓക്സിജൻ വേണം. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ മറ്റുള്ള ജീവികളിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ? അപ്പോൾ അമീബ ഒരു ഏകകോശ ജീവിയാണ്, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമീബയ്ക്ക് എന്താണ്? ഒറ്റ കോശമല്ലേ ഉള്ളൂ. അപ്പോൾ ആ കോശത്തിൽ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും. ഇനി എർത്ത് വോം അല്ലെ മണ്ണിരയ്ക്ക് എന്താണ്? നമ്മുടെ ആൽവിയോളായി പോലെയാണ് എർത്ത് വോമിൻ്റെ ശരീരം, വളരെ തിന്നാണ്, മോയ്സ്ചർ ഉണ്ട് അല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് മണ്ണിരനെ പുറത്ത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കാണില്ല. മണ്ണ് കുഴിച്ചാൽ മണ്ണിൻ്റെ അടിയിലാണ് മണ്ണിര കാണാം. കാരണം അവർക്ക് എപ്പോഴും ഈർപ്പം വേണം, എന്നാലേ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുള്ളൂ. അതായത് അവരുടെ ത്വക്ക്, അവരുടെ സ്കിന്നിലൂടെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. ഇനി ഫിഷസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഗിൽസ് അല്ലെ ശകുലങ്ങളുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും, ഓക്സിജൻ എടുക്കും. ഓക്കെ, ഇനി പ്ലാന്റ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റ്സിന് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങളുണ്ട്. ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതും. പിന്നെ സ്റ്റെമ്മിൽ അല്ലെങ്കിൽ കാണ്ഡങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ലെൻഡി സെൽസ് എന്ന് പറയുക. ഈ ലെൻഡി സെൽസ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റെം ആൻഡ് റൂട്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അത് കൂടാതെ റൂട്ട് സെൽസിൽ എന്ത് നടക്കുന്നുണ്ട്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. റൂട്ട് സെൽസും അതേപോലെ തന്നെ മണ്ണിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? വാതക വിനിമയം നടത്തുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ തൈര് ഇഷ്ടമുണ്ടാവും അല്ലേ. തൈര് അങ്ങനെ മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സാധനമല്ല. പക്ഷേ കേക്ക് ഇഷ്ടമില്ലാത്തവരാരുണ്ടാവില്ലല്ലോ. ഇനി അല്ലെങ്കിൽ അപ്പം കഴിക്കാത്തവരാരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരിലെല്ലാവരും കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, അപ്പം ബേക്കറി ഐറ്റംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്, കുഞ്ഞു ഹോൾസ് ഉണ്ടാകും അല്ലേ. ആൻഡ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുളിപ്പുണ്ടാകും. ഇതിനൊക്കെ കാരണം ഒരു തരത്തിലുള്ള റെസ്പിറേഷനാണ്. പക്ഷേ ആ റെസ്പിറേഷനിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ റെസ്പിറേഷന് നമ്മൾ എന്ത് പറയും? എനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ഓക്സിജൻ ഉപയോഗിക്കാത്തത് കൊണ്ട് എനൈറോബിക് റെസ്പിറേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു വാക്ക് പറയും അവായു ശ്വസനം. ഇത് 2 ആൾക്കാരെ നമുക്ക് ചെയ്യുന്നതാണ് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ലാക്ടോബാസിലസ് ബാക്ടീരിയ. അതെന്ത് ചെയ്യും? സാധാരണ പോലെ ഗ്ലൈക്കോലൈസിസ് നടത്തും, ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് പൈറുവിക് ആസിഡ് ആക്കും. ഇതെവിടെയാണ് നടക്കുക? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുക. ആ സമയത്ത് 2 ATP ഉണ്ടാവുന്നുണ്ട്, ഗ്ലൈക്കോലൈസിസ്. ഓക്കെ, പക്ഷേ നമ്മളുടെ കേസിൽ എന്താണ്? ഗ്ലൈക്കോലൈസിസിന് ശേഷം നമ്മൾക്ക് മൈറ്റോകോൺട്രിയയിൽ വെച്ച് എന്ത് നടക്കുന്നുണ്ട്? ക്രബ് സൈക്കിൾ ഉണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവർ ആ പൈറുവിക് ആസിഡിനെ വീണ്ടും പൊട്ടിച്ച് ലാക്റ്റിക് ആസിഡാക്കി മാറ്റും. ഈ ലാക്റ്റിക് ആസിഡാണ് നമ്മളുടെ പാലിനെ പുളിപ്പിക്കുന്നത്, അങ്ങനെ തൈരാക്കുന്നത്. അതേപോലെ നമ്മുടെ ഈസ്റ്റ് ആണെങ്കിലോ ഫംഗസ് ആണെങ്കിലോ എന്താ ചെയ്യുക? ഗ്ലൂക്കോസിനെ സാധാരണ പോലെ തന്നെ ഗ്ലൈക്കോലൈസിസ് നടത്തി പൈറുവിക് ആസിഡാക്കി മാറ്റും. ആ പൈറുവിക് ആസിഡിനെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ബേക്കറി ഐറ്റംസ് എല്ലാം ഭയങ്കര സോഫ്റ്റ് ആൻഡ് ബബ്ലി ആയിട്ടിരിക്കുന്നത്. അത് ഈ കാരണം ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. ഇനി നമ്മൾ പറഞ്ഞ എയ്റോബിക് റെസ്പിറേഷനും എനൈറോബിക്. എയ്റോബിക് എന്ന് പറഞ്ഞാൽ വലിയ ജീവികളിലാണ് മെയിനായിട്ട് കാണാൻ. നമ്മളിലൊക്കെ എയ്റോബിക് ആണ്. കാരണം എന്താ? ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഊർജ്ജം സ്വതന്ത്രമാക്കുകയാണ്. എനൈറോബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മോൾ ബാക്ടീരിയ, ഈസ്റ്റ് ഒക്കെയാണ് ഓക്സിജൻ ഉപയോഗിക്കാതെ ഊർജ്ജം സ്വതന്ത്രമാക്കുകയാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ എന്ത് കഴിഞ്ഞിരിക്കുന്നു? നമ്മുടെ റെസ്പിറേഷൻ അല്ലെ ശ്വസനം എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? നമ്മളുടെ എക്സ്ക്രീഷൻ ആണ് അല്ലേ, എന്താണ്? വിസർജനമാണ്. അതായത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കുറേ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് വേസ്റ്റ് ഉണ്ടാകും. ഈ വേസ്റ്റിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം. അപ്പം മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ വേസ്റ്റ് ഉണ്ടാകും. ഈ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ വിസർജനം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിഡ്നി മാത്രമല്ല, കിഡ്നി ആണെങ്കിൽ വാട്ടർ,
സോൾട്ടൊക്കെ റിമൂവ് ചെയ്യും. ലിവറിൽ വെച്ചിട്ട് യൂറിയ സിന്തസിസ് നടക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലൂടെ ആണെങ്കിൽ ജലം, അതേപോലെ തന്നെ സോൾട്ട്, സോഡിയം ക്ലോറൈഡൊക്കെ കളയുന്നുണ്ട്. ലങ്സ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ലിവറാണ് എന്തുണ്ടാക്കുന്നത്, യൂറിയ നിർമ്മിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കോശങ്ങളിൽ മെറ്റബോളിസം അല്ലേ, പ്രോട്ടീൻ മെറ്റബോളിസം നടന്നിട്ട് എന്തുണ്ടാകും, അമോണിയ ഉണ്ടാകും. അമോണിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ അമോണിയനെ നമ്മൾ നേരെ ലിവറിലേക്ക്, കരളിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് എൻസൈംസ് ഒക്കെ വെച്ച് റിയാക്ട് ചെയ്ത് നമ്മളെ ലിവർ എന്തുണ്ടാക്കും, യൂറിയ ഉണ്ടാക്കും. ആ യൂറിയ അമോണിയനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടോക്സിസിറ്റി കുറവാണ്. അതിനെ നമ്മൾ നേരെ രക്തത്തിലൂടെ നമ്മുടെ കിഡ്നിയിൽ എത്തിക്കും. കിഡ്നിയാണ് എന്ത് ചെയ്യുന്നത്, രക്തത്തിൽ നിന്ന് യൂറിയനൊക്കെ അരിച്ചു മാറ്റി നമ്മുടെ യൂറിനിലൂടെ കളയുന്നത്. അപ്പം നമ്മുടെ കിഡ്നിക്ക് ഇത് ചെയ്യാൻ നമ്മുടെ കിഡ്നീനെ സഹായിക്കുന്ന ഒരാളുണ്ട്. അതായത് കിഡ്നിയുടെ ഏറ്റവും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺ. അപ്പോൾ നെഫ്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കിഡ്നീൻ്റെ അകത്തുള്ള നെഫ്രോണുകളാണ് നമ്മുടെ ബ്ലഡിലുള്ള യൂറിയനെ അരിച്ചു മാറ്റിയിട്ട് നമ്മുടെ മൂത്രത്തിലൂടെ കളയുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്നിയിലുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 2 ഭാഗങ്ങൾ കാണാം. നിങ്ങൾക്കിവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വൃക്ക. ഓക്കെ, ഇനി വൃക്കയിലേക്ക് ഈ യൂറിയൊക്കെയുള്ള രക്തം കൊണ്ടുവരുന്ന ആളാണ് യൂറിയൊക്കെയുള്ള രക്തം കൊണ്ടുവരുന്നതാണ് നമ്മുടെ റീനൽ ആർട്ടറിയിലെ വൃക്കാധമനി. ഇനി അരിച്ചു മാറ്റിക്കഴിഞ്ഞതിന് ശേഷം രക്തം തിരികെ പോവണ്ടേ, അത് കൊണ്ടുപോകുന്നതാണ് വൃക്കാസിര അല്ലെങ്കിൽ റീനൽ വെയിൻ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക്, നമ്മുടെ കിഡ്നീൻ്റെ അകത്തേക്ക് രക്തക്കുഴൽ കയറുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്, പെൽവിസ് എന്ന് പറയാം. ഇതുണ്ടോ, ഈ രക്തക്കുഴലുകളൊക്കെ കയറുന്ന ഈ ഭാഗത്തിനെ പെൽവിസ് എന്നാണ് പറയുക. ഓക്കെ, അതിനുശേഷം വൃക്കയിൽ നിന്ന് വരുന്ന യൂറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിയുണ്ട്. മൂത്രം വഹിച്ച് നമ്മുടെ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അവസാനം ഈ സ്മോൾ പോറായിട്ടുള്ള മൂത്രനാളി അല്ലെങ്കിൽ യൂറീത്രയിലൂടെ നമ്മൾ യൂറിൻ കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കിഡ്നി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് 2 ഭാഗങ്ങൾ കാണാം. ഏതാണ്, ഒന്ന് ഇങ്ങനെയുള്ള ഒരു ഔട്ടർ സൈഡ്, ഇതാണ് ഔട്ടർ സൈഡ്. പിന്നെ ഒരു ഇന്നർ സൈഡ്. ഓക്കെ, ഈ ഔട്ടർ സൈഡിൽ നമ്മൾ എന്ത് പറയും, അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഭാഗമാണ് കോർട്ടെക്സ്. പിന്നെ കുറച്ചുകൂടി ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള റീജിയനാണ് മെഡുല. ഈ ഭാഗം കോർട്ടെക്സ്, ഈ ഭാഗം മെഡുല. അപ്പം ഈ കോർട്ടെക്സിലും മെഡുലയിലും കൂടി ആയിട്ടാണ് നമ്മുടെ നെഫ്രോണുകൾ, നമുക്ക് ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ നമ്മുടെ കിഡ്നിയിലുണ്ട്, ഓരോ കിഡ്നിയിലും ഉണ്ട്. അപ്പോൾ ഈ നെഫ്രോണിൻ്റെ കുറച്ച് ഭാഗം ഇവിടെയും കുറച്ച് ഭാഗം മെഡുലയിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ നെഫ്രോണിൻ്റെ ആ ഒരു സ്ട്രക്ചർ മിസ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ആ ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ നമുക്കൊരു സ്ഥലമില്ലല്ലോ, തൽക്കാലം ഇങ്ങനെ ഒരു പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെഫ്രോണിനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ആദ്യം ഇങ്ങനെ ഒരു കപ്പ് പോലെയുള്ള ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഓക്കെ, കപ്പ്, ഒരു മാതിരി കപ്പ്, ഇങ്ങനെയുള്ളൊരു കപ്പ് പോലെയുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ മിസ്റ്റർ പറയുകയാണ് ഇത് കോർട്ടെക്സിൻ്റെ ഭാഗമാണെന്ന് കരുതാം. ഈ മുകളിലുള്ള ഭാഗം കോർട്ടെക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ട്യൂബ് വരുന്നുണ്ട്, റീനൽ ട്യൂബ്യൂള്. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്, പിന്നെ വീണ്ടും മുകളിലേക്ക് കയറും, പിന്നെ വീണ്ടും ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്താണ്, റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്ക നാളികയാണ്. അതിനുശേഷം ഇത് എന്ത് ചെയ്യും, ശേഖരണ നാളി അല്ലെങ്കിൽ കളക്ടിങ് ഡക്റ്റിലേക്ക് പോകും. ഈ കളക്ടിങ് ഡക്റ്റാണ് അവസാനമായിട്ട് യൂറിൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യുന്ന, ശേഖരിക്കുന്ന ആൾ. അപ്പോൾ ആരാണ് ഇവിടെ നമുക്ക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് യൂറിൻ ഉണ്ടാവണ്ടേ. അപ്പോൾ നമ്മുടെ റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി ശാഖകളായിട്ട് മാറും, എഫറൻറ്റ് വെസലായിട്ട് മാറും. എഫറൻറ്റ് വെസലിന് വീതി കൂടുതലാണ്. അതിൻ്റെ പിന്നെ കുറേ കുഞ്ഞു ഗ്ലോമറുലസ് കാപ്പിലറി നെറ്റ്വർക്ക് ആയിട്ട് മാറും. ഇവിടെ വെച്ചിട്ടാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, സൂക്ഷ്മ അരിക്കൽ. അതിനുശേഷം നമ്മുടെ കുഞ്ഞു രക്തക്കുഴലായിട്ട് രക്തം പുറത്തു പോവാണ്. അതിന് ഇഫറൻറ്റ് വെസൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂറിൻ ഫോർമേഷന് 3 സ്റ്റെപ്പാണ്. ഒന്ന് സൂക്ഷ്മ അരിക്കൽ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ. അതിനുശേഷം ഇവിടെ എന്തുണ്ടാകും, നമ്മുടെ ആ ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്യും. ആ ഫ്ലൂയിഡിനകത്ത് നമ്മുടെ രക്തത്തിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ പ്രോട്ടീൻ ഒഴികെ ബാക്കി കംപ്ലീറ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനെല്ലാത്തിനെയും നമുക്ക് കളയാൻ പറ്റില്ല. ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് തിരികെ എടുക്കണം. അത് ഈ വൃക്ക നളികയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുനരാകിരണം ചെയ്യും. വേണ്ട സാധനങ്ങൾ നമ്മൾ തിരികെ എടുക്കും. ഓക്കെ, അതിനുശേഷം ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ രക്തത്തിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യും. കുറച്ചുകൂടി കളയാനുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യും. അതാണ് ശ്രവണം, 3ാമത്തെ സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പ് കഴിയുന്നതോടുകൂടിയാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ യൂറിൻ ഫോം ചെയ്യുന്നത്. ആ സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇവിടെ കാണാം അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് കാണാം. അതാണ് ഗ്ലോമറുലസ്. അപ്പോൾ രക്തം ഈ ഗ്ലോമറുലസിലൂടെ ഒഴുകുന്ന സമയത്ത് എന്താണ് ഈ നമ്മുടെ എഫറൻറ്റ് വെസലിലെയും ഇഫറൻറ്റ് വെസലിലെയുള്ള ഒരു വ്യാസ വ്യത്യാസം, ഡയമീറ്ററിലുള്ള ഡിഫറൻസ് ഗ്ലോമറുലസിൽ പ്രഷർ ഉണ്ടാവാൻ കാരണമാകും. എന്തുകൊണ്ടാണ്, ഹൈ പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ ഗ്ലോമറുലസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് എഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് വെസൽ. അപ്പോൾ അവിടെ ഫിൽട്രേഷൻ നടക്കും. അങ്ങനെ ഫിൽട്രേറ്റ് ഫോം
ഫോം ചെയ്യും. ആ ഫിൽട്രേറ്റ് അതാണ് നമ്മുടെ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? വാട്ടർ ഉണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവും, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, വൈറ്റമിൻസ് എല്ലാം ഉണ്ടാവും. വേസ്റ്റും ഉണ്ടാകും, വേണ്ട ന്യൂട്രിയൻസും ഉണ്ടാവും. അപ്പോൾ ഇതിൽ വേണ്ട ന്യൂട്രിയൻസ് എന്ത് ചെയ്യണം? പുനരാഗിരണം ചെയ്യണം. അതാണ് റീഅബ്സോർപ്ഷൻ അല്ലെ പുനരാഗിരണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യണം? വൃക്കാനളികയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം തന്നെ നമ്മൾ പുനരാഗിരണം ചെയ്യുന്നു. ഇനി അവസാനം എന്താണ്? സെക്രീഷൻ. അതായത് എക്സസ് ആയിട്ട് രക്തത്തിൽ എന്തെങ്കിലും ബ്ലഡിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റീനൽ ട്യൂബ്യൂൾ അല്ലെ വൃക്കാനളികയിലേക്ക് കണ്ടോ നമ്മൾ തിരികെ എന്ത് ചെയ്യാണ്? റീനൽ ട്യൂബ്യൂളിലേക്ക് തന്നെ പറഞ്ഞേക്കാണ്. വേണ്ട സാധനങ്ങൾ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്തു, വേണ്ടാത്തത് രക്തത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ കളയാണ്. 2 ആരോ മാർക്ക് ശ്രദ്ധിക്കണം, എവിടുന്ന് എങ്ങോട്ട് പോയിന്ന്. അവസാനം നമ്മുടെ യൂറിനകത്ത് എന്താണ്? യൂറിൻ്റെ അകത്ത് നമ്മുടെ യൂറിയയും കുറച്ച് സോഡിയം ക്ലോറൈഡ്, കുറച്ച് പൊട്ടാസ്യം ക്ലോറൈഡ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ അങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാവും. ഓക്കെ, ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മുടെ യൂറിൻ ഫോർമേഷൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ യൂറിനേഷൻ ചെയ്യാതിരുന്നാൽ, പ്രോപ്പറായിട്ട് നമ്മൾ മൂത്രം ഒഴിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതായത് നമ്മളുടെ ഈ യുറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിയുടെ അകത്ത് കുറേ ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും യൂറിൻ ഇതിലൂടെ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഉണ്ടാവും ബാക്ടീരിയ. അപ്പോൾ യൂറിൻ ഇതിലൂടെ പാസ് ചെയ്യുമ്പം ഈ ബാക്ടീരിയയും കൂടി വാഷ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മൂത്രം ഒഴിച്ചിട്ടില്ലെങ്കിലോ ബാക്ടീരിയകൾ ഇവിടെ തങ്ങി നിന്ന് നമുക്ക് എന്ത് ചെയ്യും? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ ചില അസുഖങ്ങൾ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം എന്താ പറയുക? അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് വരാനാണ് പറയുക. കാരണം നമ്മുടെ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കണ്ടാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്നാണ് അർത്ഥം. കാരണം നമ്മുടെ ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ അമിതമായിട്ടുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? പുനരാഗിരണം ചെയ്യുന്നതിലും ആവശ്യത്തിലും കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് യൂറിനിലൂടെ കളയും. അപ്പോൾ എന്താണ്? നമുക്ക് ഡയബറ്റീസ് ഉണ്ട്, പ്രമേഹം ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ആൽബുമിൻ നമ്മുടെ പ്ലാസ്മയിലുള്ള പ്രോട്ടീനാണ് അല്ലേ, അതൊന്നും സാധാരണ ഫിൽട്രേഷൻ പോലും ചെയ്യപ്പെടില്ല, ഒരിക്കലും നടക്കില്ല അതിന്. കാരണം അത് വലിയ പ്രോട്ടീനാണ്. അപ്പോൾ അതൊക്കെ ഫിൽട്രേറ്റിൽ ഉണ്ടാവില്ല. പക്ഷെ അതുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് എന്തോ കിഡ്നിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. അതുപോലെ രക്തം, RBC ഒക്കെ വലിയ വലിയ പ്രോട്ടീനാണ്, അതൊന്നും ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ടാവില്ല. പക്ഷെ അത് മൂത്രത്തിൽ കാണുകയാണെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ബിലിറൂബിൻ അല്ലേ, ഭയങ്കര മഞ്ഞ കളറാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്നാണ് അർത്ഥം. കാൽഷ്യം ഓക്സലേറ്റ് ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ, മൂത്രത്തിൽ കല്ല്, പസ് സെൽസ് പഴുപ്പ് കോശങ്ങൾ ഉണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു എന്ന് കരുതാം. അപ്പം നമ്മുടെ കിഡ്നിയാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്യണത്, യൂറിയൊക്കെ റിമൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കിഡ്നി കേടായി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഇതേപോലെ തന്നെ യൂറി എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു സഹായം എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ കിഡ്നി ചെയ്യണ പണി ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദ ബ്ലഡ് അല്ലേ. അപ്പം നമ്മുടെ ബ്ലഡിൽ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് തകരാറിലായി, കാരണം കിഡ്നി തകരാറിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു എക്സ്ട്രാ മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇത് ചെയ്യുകയാണ്. ആ മെഷീനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീമോ ഡയാലൈസർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ എന്തൊക്കെ സ്റ്റെപ്പാണെന്ന് വെച്ചാൽ, നമ്മുടെ രക്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു രക്തക്കുഴലിൽ നിന്ന് രക്തം ഇങ്ങനെ എടുക്കും. രക്തം ഇങ്ങനെ എടുത്തിട്ട് ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലിസിങ് യൂണിറ്റിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ നടക്കില്ല അല്ലേ. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു സാധനം ആഡ് ചെയ്യും. ഇതിലൂടെ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത്, ഇത് സെല്ലോഫെയിൻ ട്യൂബാണ്, ഇതിലൂടെ നമ്മുടെ രക്തം ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇതിന് ചുറ്റും ഡയാലിസിങ് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഡയാലിസിങ് ഫ്ലൂയിഡിനകത്ത് എന്തില്ല? വേസ്റ്റ് ഇല്ല. പക്ഷെ നമ്മുടെ ബ്ലഡിനകത്ത് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? വേസ്റ്റ് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂഷൻ നടക്കും, ഉള്ള സാധനം ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡിനെ തിരികെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചറൊക്കെ കറക്റ്റാക്കി ആൻറ്റി ഹെപ്പാരിൻ, ഇനി നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ കട്ട പിടിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മുറിവുണ്ടായാലും കട്ട പിടിക്കാതെയാകും അല്ലേ, നമ്മൾ ഹെപ്പാരിൻ ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആൻറ്റി ഹെപ്പാരിനൊക്കെ ആഡ് ചെയ്ത് തിരികെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കയറ്റും. ഈ സ്റ്റെപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ദ ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ, അമിതമായിട്ട് വേസ്റ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയാലിസിങ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ആ സമയത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഡയാലിസിങ് യൂണിറ്റ്, വേസ്റ്റ് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ്, രക്തത്തിലുള്ള വേസ്റ്റ് വിസർജ്യ വസ്തുക്കൾ എങ്ങോട്ടേക്ക് പോകുന്നു? ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് പോകുന്നു, ഡിഫ്യൂഷൻ വഴി. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം? വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത, അതായത് നല്ലപോലെ ക്ലിയർ ചെയ്ത രക്തം നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിവിടുന്നു. ഇനി ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ
അതായത് ഇതൊന്നും നടക്കുന്നില്ല, നമ്മുടെ 2 കിഡ്നിയും അടിച്ചുപോയി, ഇനി കിഡ്നി മാറ്റി വെക്കലല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആവശ്യമുള്ള നമുക്ക് കിഡ്നി തരാൻ തയ്യാറായ ഒരാളെ കണ്ടുപിടിക്കണം. ഡോണർ അല്ലേ ദാതാവിനെ കണ്ടുപിടിക്കണം. അയാൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കണം, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം. അതിനുശേഷം പ്രിപ്പറേഷനാണ്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആണോ, ടിഷ്യൂസ് മാച്ച് ആണോ എന്നൊക്കെ നോക്കും. അതിനുശേഷം നമ്മൾ സർജറി ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ കേടായ കിഡ്നി നമ്മൾ റിമൂവ് ഒന്നും ചെയ്യില്ല, പകരം പുതിയ കിഡ്നി ഇവിടെ ആയിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കും. അപ്പം ഇവിടെയുള്ള റീനൽ ആർട്ടറി നമ്മുടെ ഈ ഒരു രക്തക്കുഴലുമായിട്ടും റീനൽ വെയിനലെ വൃക്കാസിര നമ്മുടെ രക്തക്കുഴലുമായിട്ട് കണക്ട് ചെയ്യും, യുറീറ്ററിനെ നമ്മുടെ മൂത്രാശയവുമായിട്ട് കണക്ട് ചെയ്യും. അതാണ് സർജറിയിലൂടെ ചെയ്യുക. അതിനുശേഷം പോസ്റ്റ് സർജറി, അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ എന്താണ് മെഡിസിൻസ് എടുക്കണം. 1 വർഷത്തോളം നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് എടുക്കണം. എന്തിനാണ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ സപ്രസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു സാധനം, പുതിയൊരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിച്ചാണ്. അപ്പോൾ നമ്മുടെ ശരീരം വിചാരിക്കും, ഇവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതിനി വല്ല അണുക്കളുമാണോ, അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡേഞ്ചറസ് ആണ്, ഈ കംപ്ലീറ്റ് പ്രോസസ്സ് വേസ്റ്റ് ആകും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനുള്ള മെഡിസിനൊക്കെ എടുക്കും. ഡോക്ടറുടെയൊക്കെ നല്ലപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടറൊക്കെ കണ്ട് നല്ല ഫോളോ അപ്പ് ഒക്കെ ചെയ്താൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഇനി നമ്മുടെ പ്ലാൻസ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വേസ്റ്റ് കളയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റൊമാറ്റ ലെൻഡിസെൽ 2 സ്മോൾ ഓപ്പണിംഗ് ആണ്. സ്റ്റൊമാറ്റ ലീഫിൽ, അതേപോലെ ലെൻഡിസെൽ നമ്മുടെ സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ കാണാം. അതുവഴി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിൻ്റെ വേസ്റ്റാണ്, അതാണ് നമ്മൾ എടുക്കുന്നത്. അത് കാർബൺ ഡൈ ഓക്സൈഡ് അവരുടെ ശ്വസനത്തിൻ്റെ വേസ്റ്റ്, അത് കളയാൻ. പിന്നെ എക്സസ് ആയിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്പിറേഷൻ സസ്യഛേദനം വഴി കളയുന്നുണ്ട്. ഇനി റെസിൻസ്, ഓക്കെ, ബാർക്ക്, ഡ്രോപ്പിംഗ് ഓഫ് മെച്വർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, അതായത് ഇതാണ് ഹാർട്ട് വുഡ് എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹാർട്ട് വുഡിലേക്ക് നേരെ നിറച്ച് വെക്കും. അതാണ് നല്ല തടി ഉണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറാവും, ആക്ച്വലി ഇത് വേസ്റ്റ് നിറച്ചതാണ്. പിന്നെ കൊഴിഞ്ഞു പോകുന്ന ഇലകളിലും ഫ്രൂട്ട്സിലൊക്കെ കൊണ്ടുപോയി വേസ്റ്റ് നിറയ്ക്കും. അതേപോലെ തന്നെ റെസിൻസ്, ഇതേപോലെ റെസിൻസും ഗംസൊക്കെ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ആദ്യം നമ്മൾ മരത്തിൻ്റെ പൊന്ന് എന്നൊക്കെ പറഞ്ഞ് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വേസ്റ്റ് കളയുന്നത്. ഇനി ഹൈഡത്തോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്ലാന്റ്സിൻ്റെ ടിപ്പിലായിട്ട് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ഇതേപോലത്തെയുള്ള ഡ്രോപ്ലെറ്റ്സ് കാണാം, പ്രത്യേകിച്ച് രാവിലെയൊക്കെ. അതാണ് ഹൈഡത്തോഡ്. അതെന്താണ് നമ്മൾ ചെയ്യുന്നത്, വാട്ടറും സോൾട്ടും കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സുഷിരങ്ങളാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ നമ്മുടെ നെക്സ്റ്റ് ഇയർ പഠിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴേക്ക് അന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മളുടെ SSLC നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.